നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സെയ്ഫ് അലി ഖാനെ കുത്തിയ ആൾ പിടിയിൽ. ആകാശ് കനോജിയെ പിടിച്ചത് ഛത്തീസ്ഗഡിൽ തീവണ്ടിയിൽ നിന്ന്. മറ്റൊരാൾ കൂടി മധ്യപ്രദേശിൽ അറസ്റ്റിൽ. താരത്തിന്റെ ആരോഗ്യത്തിൽ പുരോഗതി. ഷാരോൺ കൊലക്കേസിൽ വിധി മറ്റന്നാൾ. പ്രായം കണക്കിലെടുത്ത് ശിക്ഷാ ഇളവ് വേണമെന്ന് പ്രതിഭാഗം. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമെന്ന പ്രോസിക്യൂഷൻ. മാധ്യമ വാർത്തകൾ നോക്കി വിധി പറയാനാകില്ലെന്ന് ജഡ്ജി. മണ്ണാർക്കാട് ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊന്നവർക്ക് അഴിയെണ്ണ. കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം 2 ലക്ഷം രൂപ വീതം പിഴ അടയ്ക്കണം. വിധി 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ വിധി തിങ്കളാഴ്ച. സഞ്ജയ് റോയി കുറ്റക്കാരനെന്ന് കോടതി. ജീവപര്യന്തമോ വധശിക്ഷയോ നൽകുമെന്ന വാക്കാൽ പരാമർശിച്ച് ജഡ്ജി. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതി. വയനാട്ടിലെ DCC ട്രഷററുടെ ആത്മഹത്യയിൽ കോൺഗ്രസിന് ആശ്വാസം. IC ബാലകൃഷ്ണൻ അടക്കം 3 പേർക്ക് മുൻകൂർ ജാമ്യം. അന്വേഷണം ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന വ്യവസ്ഥ. വിമർശനങ്ങൾക്കിടെ ബ്രൂവറിക്ക് പ്രാഥമിക അനുമതി. മഴവെള്ള സംഭരണി സ്ഥാപിച്ച് ജലചൂഷണം ഒഴിവാക്കുമെന്ന ഉത്തരവിൽ പരാമർശം. കള്ളക്കമ്പനിയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് കൂത്താട്ടുകുളം കൗൺസിലർ. കാല് വെട്ടുമെന്ന് CPM ഭീഷണിപ്പെടുത്തിയെന്ന് കലാരാജു. ആരും ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ. പരാതിയിൽ പോലീസ് കേസെടുത്തു. അംഗവൈകല്യം സംഭവിച്ച നവജാത ശിശുവിന്റെ തുടർ ചികിത്സയ്ക്കെത്തിയ കുടുംബത്തിന് പരിഗണന. രക്ഷിതാക്കൾക്ക് SAT ആശുപത്രിയിൽ പേ വാർഡ് അനുവദിച്ചു. സൗകര്യമൊരുക്കിയത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട്. ന്യൂസ് 18 ഇംപാക്ട്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ. മുഹമ്മദ് ഷമി തിരിച്ചെത്തി. സഞ്ജു സാംസൺ പുറത്ത്. വിശദമായി നോക്കാം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി കസ്റ്റഡിയിൽ. ഛത്തീസ്ഗഡിൽ വെച്ചാണ് റെയിൽവേ പോലീസ് പ്രതിയെ പിടികൂടിയത്. മധ്യപ്രദേശിൽ നിന്ന് മറ്റൊരാളെ കൂടി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നടൻ സെയ്ഫ് അലി ഖാന് മുംബൈയിലെ വീട്ടിൽ വെച്ച് കുത്തേറ്റ സംഭവത്തിൽ മുഖ്യപ്രതി 31-കാരനായ ആകാശ് കൈലാഷ് ഖനോജിയാണ് പിടിയിലായത്. മുംബൈ ഹൗറ ജ്ഞാനേശ്വരി എക്സ്പ്രസിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ട്രെയിൻ ദുർഗ സ്റ്റേഷനിൽ എത്തിയപ്പോൾ സഹയാത്രികർക്കാണ് ആദ്യം സംശയമുണ്ടായത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നിറക്കി പ്രതിയെ റെയിൽവേ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. മുംബൈ പോലീസ് പ്രതിയുടെ ഫോട്ടോയും മറ്റും RPFന് നേരത്തെ തന്നെ അയച്ചു നൽകിയിരുന്നു. പ്രതിയെ മുംബൈയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോളിലൂടെ ആദ്യം ചോദ്യം ചെയ്തു. തുടർന്നാണ് മുംബൈയിൽ നിന്നുള്ള പ്രത്യേക സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി ദുർഗിലേക്ക് യാത്ര തിരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതിയെ കൂടി മധ്യപ്രദേശിൽ വെച്ച് മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ബാന്ദ്രയിലെ വീട്ടിൽ നടന്ന ആക്രമണത്തിൽ നടന് കഴുത്തിനും നട്ടെല്ലിനും സമീപം ഉൾപ്പെടെ 6 കുത്തുകളേറ്റിരുന്നു. സെയ്ഫ് അലി ഖാനെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. അക്രമി ദാദറിലെ ഒരു കടയിൽ നിന്ന് ഹെഡ്ഫോണുകൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലും ദാദർ റെയിൽവേ സ്റ്റേഷനിലും പ്രതിയെത്തിയതായി പോലീസിന് വ്യക്തമായിരുന്നു. മുംബൈയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ട്രെയിൻ വഴി രക്ഷപ്പെടാൻ അക്രമി ശ്രമിക്കുമെന്ന് പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. മുഖ്യപ്രതി പിടിയിലായതോടെ കേസിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാറശാല ഷാരോൺ വധക്കേസിൽ കോടതിയിൽ അന്തിമവാദം പൂർത്തിയായി. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഗ്രീഷ്മ കോടതിയിൽ കത്തു നൽകി. പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നുമാണ് കത്തിലുള്ളത്. അതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് കനത്ത പോലീസ് സുരക്ഷയിലാണ് രാവിലെ 10:30 ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ എത്തിച്ചത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചു. 11:16 കേസ് പരിഗണിച്ചു. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പ്രതിക്കൂട്ടിൽ
ഗ്രീഷ്മയും അമ്മാവനും. ഷാരോൺ രാജ് വധക്കേസിൽ കൊല ചെയ്യപ്പെട്ടത് സ്നേഹമാണെന്നും നിഷ്കളങ്കനായ യുവാവിനെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കാപ്പിക്കെന്ന കളനാശിനി കലർന്ന കഷായം അമിത അളവിൽ നൽകി മരണം ഉറപ്പുവരുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാനാകൂ. 2022 ഒക്ടോബർ 14 വിഷം കലർത്തിയ കഷായം കുടിച്ചതിന് പിന്നാലെ 11 ദിവസം ഷാരോൺ അനുഭവിച്ച മരണവേദന സമാനതകൾ ഇല്ലാത്തതാണ്. ചുണ്ടുമുതൽ അടിവയർ വരെ ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റ് രക്തസ്രാവത്തെ തുടർന്നാണ് യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കൊടും ക്രൂരകൃത്യത്തിന് വധശിക്ഷ നൽകാൻ കോടതി തയ്യാറാകണമെന്നും പ്രോസിക്യൂഷൻ. അതേസമയം പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഷാരോൺ രാജ് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന സ്ഥിതി വന്നതോടെയാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ഗ്രീഷ്മ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രണയം നടിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച യുവതിയുമൊത്തുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരോൺ മൊബൈലിൽ പകർത്തി. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടേണ്ടെന്ന നിലപാടായിരുന്നു ഷാരോണിനെന്നും പ്രതിഭാഗം. ഒഴിഞ്ഞു പോകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും യുവാവ് വഴങ്ങിയില്ല. ഒടുവിൽ ആത്മഹത്യ മാത്രം പോംവഴിയെന്ന സ്ഥിതിയിലേക്ക് പെൺകുട്ടിയെത്തി. ഇതോടെയാണ് കുറ്റകൃത്യത്തിന് നിർബന്ധിതമായത്. പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഭാവിയും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് ഗ്രീഷ്മ ജഡ്ജിക്ക് മുമ്പാകെ മൊഴി നൽകി. മാധ്യമ വാർത്തകൾ മാത്രം അടിസ്ഥാനമാക്കി കേസിൽ വിധി പറയാനാകില്ലെന്നായിരുന്നു നെയ്യാറ്റിൻകര സെഷൻസ് ജഡ്ജി AM ബഷീറിന്റെ പ്രതികരണം. കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന കേസിൽ തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഷാരോൺ വധക്കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കാനിരിക്കെ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. ശിക്ഷ കുറയ്ക്കാനുള്ള ശ്രമം പ്രതിഭാഗം കോടതിയിൽ നടത്തിയെങ്കിലും പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഷാരോണിന്റെ കുടുംബവും. പ്രതി കുറ്റം ചെയ്തെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ശിക്ഷ പരമാവധി കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് പ്രതിഭാഗം നടത്തിയത്. കുറ്റം സമ്മതിച്ചുകൊണ്ടുതന്നെ അതിന്റെ സാഹചര്യം ബോധിപ്പിക്കാനായിരുന്നു ശ്രമം. ശിക്ഷ പരമാവധി കുറയ്ക്കാനുള്ള വാദങ്ങളും ഉന്നയിച്ചു. പ്രതിയുടെ പ്രായവും ഷാരോണിന്റെ ക്രിമിനൽ പശ്ചാത്തലവും പ്രതിയുടെ ദൃശ്യങ്ങൾ ദുരുപയോഗിക്കുമോ എന്ന ഭയവും ആത്മഹത്യ മാത്രം ബാക്കിയായ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയുമൊക്കെ ഉയർത്തിയതോടെ ശിക്ഷ പരമാവധി കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭാഗം. പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചുവരുത്തി കൊല ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. പ്രണയമെന്ന പരിശുദ്ധ സങ്കല്പത്തെ തന്നെ കൊല ചെയ്ത കേസിൽ സമൂഹത്തിന് സന്ദേശമാകും വിധിയെന്നാണ് പ്രതീക്ഷയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ പറഞ്ഞു. പ്രണയം എന്ന് പറയുന്നത് വളരെ പരിഭാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിനെ പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തിയെന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. പ്രതി ഉയർത്തിയ ആത്മഹത്യാവാദം അന്വേഷണ ഉദ്യോഗസ്ഥൻ തള്ളി. ഷാരോണിന്റെ ചികിത്സാ ഘട്ടത്തിൽ പോലും സഹകരിക്കാതിരുന്ന പ്രതി മരണം ഉറപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഴുതറച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും തിങ്കളാഴ്ച ശിക്ഷ വിധിക്കുമ്പോൾ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഷാരോണിന്റെ കുടുംബം പങ്കുവച്ചത്. ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പരമാവധി ശിക്ഷ, അതായത് മാക്സിമം കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് മണ്ണാർക്കാട് ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവ്. കരിമ്പുഴ സ്വദേശിനി നബീസ കൊല്ലപ്പെട്ട കേസിലാണ് ചെറുമകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവർക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികൾ 2 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. നബീസയെ കൊലപ്പെടുത്തിയ കേസിൽ മകളുടെ മകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവർ കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 2016 ജൂൺ 24 രാവിലെയാണ് മണ്ണാർക്കാട് കരിമ്പുഴ സ്വദേശി നബീസയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിനു സമീപത്ത് സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണും കണ്ടെടുത്തിരുന്നു. എഴുതാനറിയാത്ത നബീസയുടെ ആത്മഹത്യാക്കുറിപ്പാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. റമദാൻ നോമ്പ് തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. ചീരക്കറിയിൽ വിഷം കലർത്തി നൽകിയാണ് പ്രതികൾ ആദ്യ ശ്രമം നടത്തിയത്. ഇത് പാളിയെന്ന് ഉറപ്പായതോടെ രാത്രിയിൽ ബലമായി വായിലേക്ക് വിഷം ഒഴിച്ചു നൽകി മരണമുറപ്പിച്ചു.
ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് തൊട്ടടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഫസീലയാണ് ആത്മഹത്യാക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലും നബീസയുടെ സഞ്ചിയിൽ വെച്ചത്. ഒരു ബന്ധുവിന്റെ ആഭരണം നഷ്ടമായ സംഭവത്തിൽ ഫസീലയ്ക്ക് പങ്കുണ്ടെന്ന് നബീസ പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നബീസയുടെ മരണത്തോടെ തന്റെ ചീത്തപ്പേരുകൾ മാറുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു കൊലപാതകത്തിന്റെ ആസൂത്രണം. അങ്ങനെ 2016 ജൂൺ 21 മണ്ണാർക്കാട്ടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ നബീസയെ 22 ബഷീർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നബീസയെ കാണാനില്ലെന്ന് പരാതിപ്പെടാനും മൃതദേഹം കണ്ടെത്തിയപ്പോൾ പോലീസിന് മൊഴി നൽകാനും മുന്നിലുണ്ടായിരുന്നത് ബഷീറാണ്. ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ബഷീറിന്റെ പിതാവ് മുഹമ്മദിനെ വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല 5 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരൻ. ബലാത്സംഗവും കൊലപാതകവും തെളിഞ്ഞതായി സിയാൽദ കോടതി വിധിച്ചു. വധശിക്ഷയോ ചുരുങ്ങിയത് 25 വർഷം തടവോ ലഭിച്ചേക്കാമെന്ന പരാമർശവും കോടതി നടത്തി. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിലാണ് സിയാൽദ കോടതിയുടെ വിധി. പ്രതിയും മെഡിക്കൽ കോളേജിലെ സിവിക് വളണ്ടിയറുമായിരുന്ന സഞ്ജയ് റോയ്ക്കെതിരെ CBI ചുമത്തിയ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. ആന്തരിക പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള CBI വാദമാണ് സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് അംഗീകരിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ വിശദീകരിച്ച കോടതി ഇരയോട് കാണിച്ച ക്രൂരതയ്ക്ക് വധശിക്ഷയോ 25 വർഷം തടവോ ലഭിക്കാമെന്ന് വിധി പ്രസ്താവത്തിനിടെ പ്രതിയോടായി പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 64 10 വർഷത്തിൽ കുറയാത്തതാണെന്നും സെക്ഷൻ 66 25 വർഷമോ വധശിക്ഷയോ ലഭിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ തെറ്റു ചെയ്തിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയായിരുന്നു സഞ്ജയ് റോയ്. വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബം കോടതിയിൽ ഹാജരായിരുന്നു. കുടുംബം അർപ്പിച്ച വിശ്വാസത്തെ കോടതി മാനിച്ചതായി പെൺകുട്ടിയുടെ അച്ഛൻ ജഡ്ജിനോട് വികാരാധീനനായി പറഞ്ഞു. സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയുടെ വാദം കൂടി കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. വിധി പറയുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കോടതിയിൽ ഒരുക്കിയിരുന്നത്. കോടതിക്ക് പുറത്ത് സംഘടിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പറവൂർ ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി റിതു ജയന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ആലുവ റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന വ്യക്തമാക്കി. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിൻ ബോസിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കൂട്ടക്കൊലക്കേസ് പ്രതി ഋതുവിനെ പോലീസ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് പോലീസ് തീരുമാനം. തെളിവെടുപ്പിനിടെ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും ആലുവ റൂറൽ SP പറഞ്ഞു. 17-അംഗ അന്വേഷണ സംഘത്തിൽ 3 DYSPമാരുണ്ട്. കൊലപാതകം നടത്താനുണ്ടായ കാരണം എന്തെന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഋതു ജയന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന വ്യക്തമാക്കി. വളരെ ഗൗരവമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. ഈ സ്പെഷ്യൽ ടീമിൽ 3 DYSPമാരെ ഓഫീസറുണ്ട്. പിന്നെ ടോട്ടൽ 17 പേരുണ്ട്. എല്ലാ സയൻറ്റിഫിക് എക്സ്പേർട്സ്, സൈബർ എക്സ്പേർട്സ് എല്ലാവരുമുണ്ട്. എല്ലാ ആംഗിൾസ് വിശദമായി അന്വേഷിക്കും. ഉടൻ തന്നെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യും. ഉടൻ തന്നെ നമ്മൾ മാക്സിമം ശിക്ഷ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എഫേർട്സ് എടുക്കും. അതേസമയം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു. ജിതിൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു. ജിതിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പ്രാദേശിക ഭരണകൂടം. സ്ഥിരം ക്രിമിനലും 5 കേസുകളിൽ പ്രതിയുമായ ഋതുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നെങ്കിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾക്കെതിരെ നിരന്തരം പരാതിയുണ്ടായിട്ടും പോലീസ് നിസ്സംഗത പാലിച്ചെന്ന ആരോപണം ശക്തമാണ്. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുമുണ്ടായ പ്രതിഷേധവും കയ്യേറ്റവും കണക്കിലെടുത്താണ് തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കാനുള്ള പോലീസ് നീക്കം. ന്യൂസ് 18 കൊച്ചി. നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തെ തുടർന്ന് മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതിപട്ടികയിൽ ആരെല്ലാമെന്ന് പിന്നീട് നിശ്ചയിക്കും.
ചൊവ്വാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ 19-കാരിയായ നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഷഹാനയുടെ ബന്ധുക്കൾ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ രംഗത്തു വന്നു. തുടർന്ന് കൊണ്ടോട്ടി പോലീസിൽ പരാതിയും നൽകി. ആരോപണ വിധേയനായ ഷഹാനയുടെ ഭർത്താവ് വാഹിദ് വിദേശത്താണ്. ഈ കേസിൽ അന്വേഷണ സംഘം കൂടുതൽ വകുപ്പുകൾ ചുമത്തി. ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയത്. നേരത്തെ പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മരിച്ച ഷഹാന കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. നിറത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി. വിവാഹബന്ധം വേർപെടുത്താൻ സമ്മർദ്ദമുണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു. 2024 മെയ് മാസത്തിലായിരുന്നു ഷഹാന മുംതാസിന്റെ വിവാഹം. ന്യൂസ് 18 മലപ്പുറം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ അസാധാരണ അംഗവൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ഇടപെട്ട ആരോഗ്യവകുപ്പ്. സൗജന്യ ചികിത്സ സർക്കാർ വാഗ്ദാനം ചെയ്ത ശേഷം പണം ആവശ്യപ്പെട്ടെന്ന കുടുംബത്തിന്റെ പരാതി ന്യൂസ് 18 വാർത്തയാക്കിയിരുന്നു. ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ രോഗനിർണയത്തിൽ വന്ന പിഴവ് മൂലം അസാധാരണ അംഗവൈകല്യത്തോടെ ജനിച്ച സുറുമി അനീഷ് ദമ്പതികളുടെ കുട്ടിയെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് മാറ്റിയത്. സർക്കാർ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്ത കുട്ടിയുടെ ചികിത്സയ്ക്ക് SITയിൽ പണം ആവശ്യപ്പെട്ടെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. ഞാനും എൻ്റെ വൈഫും എൻ്റെ മാതാവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഇന്നലെ ഞാൻ 3 മണിക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഡ്രസ്സിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല, എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടില്ല, എനിക്ക് ബാത്റൂമിൽ പോകാനായിട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. കുട്ടിയുടെ അച്ഛന്റെ പരാതി ന്യൂസ് 18 വാർത്തയാക്കിയതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ടത്. രക്ഷിതാക്കൾക്ക് SIT ആശുപത്രിയിൽ പേ വാർഡും അനുവദിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് സൗകര്യമൊരുക്കിയത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവകാലത്തെ സ്കാനിംഗിൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്നത് വലിയ വിവാദമായിരുന്നു. സംഭവത്തിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെ 4 പേർക്കെതിരെ സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു. കുട്ടിക്ക് സർക്കാർ സൗജന്യ ചികിത്സയും വാഗ്ദാനം ചെയ്തു. വേണ്ടത്ര ചികിത്സ ലഭ്യമാകുന്നില്ലെന്ന രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നായിരുന്നു വിദഗ്ധ സമിതി ഇടപെട്ട് കുട്ടിയെ SITയിലേക്ക് മാറ്റിയത്. ന്യൂസ് 18 ആലപ്പുഴ. കൃഷിവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ ജോലി സമയത്ത് പുതുവർഷ ആഘോഷം. നേരത്തെ മാറ്റിവെച്ച ആഘോഷമാണ് ഇന്ന് നടത്തിയത്. ഡയറക്ടർ അദീല അബ്ദുള്ള ഡൽഹിയിലായിരിക്കെ വികാസ് ഭവനിലാണ് ആഘോഷം നടന്നത്. ജോലി സമയത്ത് ഡാൻസും പാട്ടുമായി നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കൂറുമാറ്റം ഭയന്ന് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ CPM കൗൺസിലറെ CPM തന്നെ തട്ടിക്കൊണ്ടുപോയതായി ആരോപണം. കൗൺസിലർ കലാരാജുവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. LDF ഭരണസമിതിക്കെതിരായ അവിശ്വാസം ചർച്ച ചെയ്യാനിരിക്കെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനിടെ കലാരാജുവിനെ പിന്നീട് കണ്ടെത്തി. പോലീസ് നോക്കി നിൽക്കെ UDFന് അനുകൂലമായി നിന്ന CPM കൗൺസിലറെ സംഭവസ്ഥലത്ത് നിന്നും LDF തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതി. തട്ടിക്കൊണ്ടുപോയത് ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിലാണെന്നും പറയുന്നു. കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ UDF നൽകിയ അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യാനിരുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ UDF കൗൺസിലർമാർക്ക് പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയെങ്കിലും സംഘർഷത്തിൽ കലാശിച്ചു. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണസമിതിയിൽ 25 കൗൺസിലർമാരാണുള്ളത്. LDF 13, UDF 11, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പോലീസ് സംരക്ഷണം ഒരുക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് UDF കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു.
അതേസമയം തട്ടിക്കൊണ്ടുപോകലിനെതിരെ കൗൺസിലർ കലാരാജുവിന്റെ മകൾ ലക്ഷ്മി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. പ്രതിഷേധം തുടരുന്നതിനിടെ കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന വാർത്ത പരന്നു. പോലീസ് ഇവിടെ പരിശോധനയ്ക്കായി എത്തി. ഇതിനിടെ കലാരാജുവിനെ കൂത്താട്ടുകുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ CPM പ്രവർത്തകർ തന്നെ എത്തിച്ചു. കലാരാജുവിന്റെ മകൾ നൽകിയ പരാതിയിൽ നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും CPM നേതാക്കളും ഉൾപ്പെടെ 45ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികരണവുമായി കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ രംഗത്തെത്തി. തന്നെ കടത്തിക്കൊണ്ടുപോയത് പാർട്ടി നേതാക്കളെന്ന് CPM കൗൺസിലർ കലാരാജു പറഞ്ഞു. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കടത്തിക്കൊണ്ടുപോയത്. സ്ത്രീ എന്ന പരിഗണന നൽകിയില്ല. വസ്ത്രം വലിച്ചുകീറി വാഹനത്തിലേക്ക് വലിച്ചിഴച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാൽ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കലാരാജു പറഞ്ഞു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആശ്വാസം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവർക്ക് കൽപ്പറ്റ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ